പ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിലേക്ക് നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള കബീർ വാർഡ് മെമ്പറെ ക്ഷണിച്ചോളൂ. പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, കഠിനകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഈ നമ്മളെ വീടിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ചിറയങ്കിൻ്റെ MLA വി ശശിവർഗൻ, കഠിനകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷീല ഗ്രിഗോറി, ചിറയങ്കിഴ് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ വാഹിദ്, ഫിഷറീസ് ഓഫീസർ, ഫിഷറീസ് ഡയറക്ടർ ഓഫീസർ, നമ്മുടെ കഠിനകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി, നമ്മുടെ ഡിവിഷൻ്റെ ബ്ലോക്ക് മെമ്പറായ ജനറ്റ് വിറ്റർ, നമ്മൾ അധികാരത്തിൽ കയറിയ സമയം മുതലേ, അതായത് 2010 മുതലേ ഞങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചതാണ്. എന്തായാലും 2020 ഞാൻ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ 20 കുടുംബത്തിൻ്റെ പാർപ്പിടത്തിൻ്റെ വിഷയ പരിഹാരം ഉണ്ടാക്കുമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് ദൈവം സഹായിച്ച് ഒരു വീടിൻ്റെ താക്കോൽ ചടങ്ങ് ഇവിടെ നടന്നിരിക്കുകയാണ്. എന്തായാലും ബാക്കിയുള്ളതും വരുന്ന മുറയ്ക്ക് എന്തായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ അടുത്തതാണ്. ആ തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പായി ഓരോരുത്തരുടെ വീട് തീർത്ത് കൊടുക്കുന്നതായിരിക്കും. അതിനകത്ത് ഒരു തർക്കവുമില്ല. പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ നിർവഹിക്കാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതും വന്നതും. അതേപോലെ ഇനിയും നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ടാകും. നിങ്ങളുടെ ഏതൊരാവശ്യവും കൂടെ നിന്നുകൊണ്ട് ന്യായമായ കാര്യത്തിന് ഞങ്ങളുണ്ടാകും. അതിനകത്തൊരു തർക്കവുമില്ല. എനിക്ക് പറയാനുള്ളത് ഇവിടെ നേരത്തെ ആവർത്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എന്നാലും ഇതോടൊന്ന് ഓർമ്മപ്പെടുത്തി പോകാം. ഇവിടെ ഈ പ്രദേശത്ത് 1993 ഡോക്ടർ അബ്ദുൽ ജബ്ബാർ, അദ്ദേഹം ഇവിടെ 20 കുടുംബങ്ങൾക്ക് അന്ന് പാപങ്ങളായി കട്ടപ്പെട്ടവർക്ക് 36 സെൻറ്റ് പുരയിടവും 20 വീട് നിർമ്മിക്കുകയുണ്ടായി. ഈ 20 വീട് നിർമ്മിച്ചു കൊടുത്ത് 1993 ശേഷം നാളിതുവരെ ഇവിടെ പല MLAമാരും MP മാരും പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ കണ്ണീരോ ഇവരുടെ അവസ്ഥകളോ കാണാൻ ഒരു മനുഷ്യൻ, ഒരു ജനപ്രതിനിധികളും ഇവിടെ തിരിഞ്ഞടിച്ചിട്ടില്ല. എന്നാൽ ഞാൻ മെമ്പറായി വന്ന സമയം തന്നെ ഏതാണ്ട് 18 കുടുംബത്തിനോളം, 18 19 ഒരു വീടിനും കണ്ടാണ് കിട്ടാതെ പോയിട്ടുള്ളത് എന്ന് തോന്നുന്നു. 19 കുടുംബത്തോളം 48,000 മുതൽ 45,000 വരെ പ്രകൃതി ദുരന്തത്തിന് ആനുകൂല്യം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇല്ലത് പറയാൻ പറ്റുമോ? ഇല്ല, മേടിച്ചിട്ടില്ലേ? 2ാം ഘട്ടമാണ് ആ വീട് പൂർത്തീകരിച്ച് കൊടുക്കാനുള്ള നടപടിയായി ഞങ്ങൾ മുന്നോട്ട് പോയത്. എന്നോടൊപ്പം ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി, അതായത് ഞാൻ മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്നെക്കാണ് ഏറ്റവും കൂടുതൽ അതായത് ഈ 20 വീട് ഇവിടെ നിർമ്മിക്കണം, അവർക്ക് അടച്ചുറപ്പുള്ളൊരു വീടുണ്ടാക്കി കൊടുക്കണമെന്ന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് കഠിനകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായ എൻ്റെയും കൂടെ ചേച്ചിയായ ഷീല ഗ്രിഗോറിയാണ്. ഞാനൊരു നിമിത്തം മാത്രം, ഞാൻ അവരുടെ കൂടെ നിന്നേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായി MLAനായിരുന്നാലും മന്ത്രിനായിരുന്നാലും പല പല ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും നിരന്തരം അവരുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കി എനിക്കടക്കം ഭക്ഷണം മേടിച്ചു തന്ന് അവരാണ് എൻ്റെ മുന്നിൽ നിന്നത്.
ഞാൻ വെറുതെ ഒരു മെമ്പർ എന്നുള്ള അവരുടെ കൂടെ യാത്ര ചെയ്യുന്നേ ഉള്ളൂ. അപ്പം അവർക്കാണ് ഏറ്റവും കൂടുതൽ കടപ്പാടും നന്ദി നിങ്ങൾ പറയാനുള്ളത്. മറിച്ച് ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്രമന്ത്രി വരെ കൊണ്ടുവന്നു. ഇവിടെ MP, നമ്മുടെ ബഹുമാനപ്പെട്ട MP അടൂർ പ്രകാശ് MP 2 പ്രാവശ്യം ജയിക്കുകയും ഈ 2 പ്രാവശ്യം നിങ്ങളുടെ മുന്നിൽ വന്ന് വാഗ്ദാനം തന്ന വീഡിയോ അടക്കം നിങ്ങളിലുണ്ട്. എന്നെ നിങ്ങൾ ജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടിന് വരിക. ഇതുവരെ നിങ്ങളുടെ വീടിൻ്റെ വാതിലതിന് ശേഷം വന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. രാഷ്ട്രീയം പറയാൻ വേണ്ടി എടുക്കുന്ന ഒരു അവസരമല്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ വന്നാൽ പറയുന്ന വാക്ക് ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ ചെയ്യും. അതിനകത്ത് ഒരു തർക്കമില്ല. നിങ്ങളിനി നാളെ ഞങ്ങളെ ചീത്ത വിളിച്ചാൽ പോലും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളെ കണ്ണീര് ഒപ്പിയെടുക്കാൻ ഞങ്ങളുണ്ടാവും. അതാണ് ഞങ്ങളുടെ കടമയെന്ന് പറയുന്നത്. കാരണം ഞങ്ങൾക്ക് അംഗീകാരം തരുന്നത് നിങ്ങളാണ്, ജനങ്ങളായ നിങ്ങളാണ്. ആ ജനങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കണമെന്നാണ് ഞങ്ങൾ പൂർണ്ണമായി എന്നും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു പാവങ്ങൾ എന്തെങ്കിലും സങ്കടമായി വന്നാൽ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണെങ്കിൽ അത് കൂടെ നിന്ന് പരിഹരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി നടത്താൻ കഴിയില്ലെങ്കിലും ഒരു 90% നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. കാരണം കഠിനകുളം ഗ്രാമപഞ്ചായത്തിൽ പല ഘട്ടങ്ങളിലും ഈ വർഷത്തിലൊക്കെ ഈ പദ്ധതി രൂപീകരണം ഉണ്ട്. അപ്പോൾ അതിൽ റോഡിടാൻ വേണ്ടി ഫണ്ടുകളൊക്കെ വയ്ക്കും. എന്നാൽ എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തരും. കാരണം ഇത് മറ്റുള്ള മെമ്പർ വരെ കൊടുക്കല്ലേ. ആ മെമ്പറാണ് 80 ലക്ഷം രൂപ ഓൺ ഫണ്ട് എടുത്തത് 20 വീട് കിട്ടാൻ വേണ്ടി. ഞങ്ങൾ ആരെങ്കിലും എടുത്തില്ല. നിങ്ങൾ അതുകൊണ്ട് ആ മെമ്പറിന് കൊടുക്കരുതെന്നാണ് പറയുന്നത്. എന്നാലും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കൂടെ നമുക്ക് തരും. അതിനകത്ത് ഇപ്പോഴും 5 ലക്ഷം തന്നെ റോഡിടാൻ വേണ്ടി. അത് പുതുക്കുറിച്ചി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന റോഡ് ഇന്റർലോക്ക് ചെയ്യും. അതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് തന്ന വാക്ക് പാലിച്ചു. ഇനി ബാക്കി കൃത്യമായി നിങ്ങൾക്ക് ആർക്കും ഒരു ടെൻഷനും വേണ്ട. നിങ്ങളുടെ വീടിൻ്റെ പണി കൃത്യമായി നടക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ സഖാവ് 30 ലക്ഷം രൂപ ഒരു 3 ദിവസമായിട്ടുള്ള തീരദേശ വികസന കോർപ്പറേഷന് കൈമാറിയിട്ട് ആ 30 ലക്ഷം രൂപയാണ് ഇനി ബാക്കി പണി തുടങ്ങാൻ. അത് കഴിഞ്ഞിട്ട് ഫിഷറീസ് വകുപ്പിന്റെ 90,50,000 രൂപ അതുകൊണ്ട് ബാക്കി പണി പൂർണ്ണമായി തീർത്തു തരും. അത് ഒരു തർക്കവും വേണ്ട. ഞാൻ പോയാൽ ഞാൻ പറയുന്ന ഒരു മെമ്പർ വന്നാൽ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി ആയിരുന്നു. മറ്റടുത്ത വരുന്ന മെമ്പർ അത് എത്തിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്ന ഒരു സ്ഥാനാർത്ഥി വന്ന് ജയിച്ചു വന്നാൽ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി. നിങ്ങളുടെ പണി കൃത്യമായി നടക്കില്ലെങ്കിൽ പണി നടക്കാൻ നടക്കും. പക്ഷേ കുറെ നാൾ നീണ്ടങ്ങ് പോകുന്നേ ഉള്ളൂ. കാരണം ഇനി വരുന്ന മെമ്പറിന് ഇതെല്ലാം കയറി ചെയ്യണമെന്ന് തോന്നൽ വരുന്നത് വന്നാൽ മാത്രമേ നടക്കുള്ളൂ. നമ്മളെപ്പോലെ ആവണമെന്നില്ല. അതൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ ഉദ്ദേശിച്ചത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് 20 വീടിൻ്റെ പണി പൂർത്തീകരിക്കണമെന്നാണ്. പക്ഷേ നോട്ടിഫിക്കേഷൻ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ വരാം. അതുകൊണ്ടാണ് എടുത്തു പിടിച്ചാൽ ഒരു വീട്. പക്ഷേ നമുക്ക് ഈ അസറ്റ് ഭവൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ട്. അത് ബിൽഡിങ്ങുകളൊക്കെ വെച്ച് കൊടുക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളോടൊപ്പം നിന്ന് സഹായിച്ചത് നിങ്ങളുടെ തൊട്ട് ബാക്കിൽ ഒരു പുള്ളിക്ക് അറിയാനാണ് പേര്, പുത്തൻതോപ്പിലുള്ളതാണ്. നിങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ, നിങ്ങളുടെ കണ്ണീര് പറഞ്ഞപ്പോൾ പുള്ളിയുടെ വാഹനം കൊണ്ടുവന്ന് പുള്ളിയുടെ കാശ് ചെലവാക്കി എനിക്ക് ഭക്ഷണം മേടിച്ച് തന്നാണ് ഈ ടൈൽസ് അടക്കം ഇവിടെ ഇറക്കി തന്നത്. അപ്പം അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി കടപ്പാടും നമുക്ക് ഉണ്ടാവണം. പറയുന്നില്ല, ഇനിയും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും. ജീവിച്ചിരിക്കും കാലം വരെ, പൊതുരംഗത്ത് നിൽക്കുന്ന കാലം വരെ. അല്ലാതെയും നിങ്ങളുടെ ഓരോരുത്തരും പാവങ്ങളാണ്. നിങ്ങൾ എന്നെ ദേഷ്യപ്പെട്ടാലും ഞാൻ നിങ്ങളെ ദേഷ്യപ്പെട്ടാലും അപ്പോഴുള്ള ദേഷ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളൊന്നും മനസ്സിൽ വയ്ക്കരുത്. ഇനിയും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന്. നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വളരെ വിശദമായി തന്നെ നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പർ കബീർ മെമ്പർ വളരെ വിശദമായി ഈ 20 വീട് വയ്ക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയുണ്ടായി. എങ്കിലും നമ്മുടെ ഈ ഭരണസമിതി കയറുന്നതിന് മുമ്പേ നമ്മുടെ MLA, നമ്മുടെ ഈ പറഞ്ഞ വൈസ് പ്രസിഡൻറ്റും ഒക്കെ കഴിഞ്ഞ 10 വർഷത്തിന് മുൻപേ ശ്രമിച്ചതാണ് നമ്മുടെ ഈ 20 വീടുകൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ കയറിയ സമയം മുതൽ നമ്മൾ 2021 മുതൽ ശ്രമിച്ചതാണ് ഈ വീടിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട്. പലതവണ മീറ്റിങ്ങുകൾ വിളിക്കുകയുണ്ടായി. അവസാന ഘട്ടം എന്ന രീതിയിലാണ് നമ്മുടെ മന്ത്രി ഇവിടെ വന്ന് 20 വീടുകൾ സന്ദർശിക്കുകയും അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. വളരെ സന്തോഷമുണ്ട്. ഇനി നമ്മുടെ വീടുകളുടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വീടെങ്കിലും ഉദ്ഘാടനം ചെയ്ത് പോകണമെന്ന നമ്മുടെ ഭരണസമിതിയുടെ ആഗ്രഹപ്രകാരമാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അത് ചെയ്യാതെ പോയാൽ അടുത്ത് വരുന്ന ഭരണസമിതി അത് ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ 20 വീടുകളിലെ ആൾക്കാരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് അവരുടെ സമ്മതത്തോടു കൂടിയാണ് നമ്മൾ ഒരു വീട് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇനിയും ഒരുപാട് പണികൾ, അത് പ്രധാനമായും ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. നമുക്കറിയാം നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും 80 ലക്ഷം രൂപയും, കണ്ണംകുളം ഗ്രാമപഞ്ചായത്ത് 80 ലക്ഷം രൂപയും, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ 30 ലക്ഷം രൂപയും കൂടിയാണ് ഇപ്പോഴത്തെ പണി ഔപചാരികമായ ഈ ഉദ്ഘാടന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും 30 ലക്ഷം ജില്ലാ പഞ്ചായത്തിൻ്റെ 30 ലക്ഷത്തിൻ്റെ പണി ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫിഷറീസ്
ഒരു 90 ലക്ഷത്തിലധികം രൂപ കിട്ടാനുണ്ട്. അതിൻ്റെ ഫണ്ട് കൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ 20 കുടുംബങ്ങളുടെ വീടുകൾ പൂർത്തിയാക്കിക്കൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്ത വീടുകളുടെ ചാവി ഇന്ന് കൊടുക്കില്ല. കാരണം നിങ്ങളുടെ 20 വീടിൻ്റെയും 19 വീടിൻ്റെ കൂടി വീടിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ചാവി ഒന്നിച്ച് തരികയുള്ളൂ. അതിൻ്റെ ഭാഗമായി തന്നെ നിങ്ങൾക്ക് വീട് പാല് കാച്ചി കയറാവുന്നതാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം MLAക്കും പോകാൻ ധൃതിയുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും നിങ്ങളൊരു കൂട്ടായ ഒരു പ്രവർത്തനം തന്നെയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ, ഇവിടെ ജോലിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ തന്നെ അവരെ കൃത്യമായി ആ വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടി എല്ലാ കുടുംബങ്ങളുടെയും സഹകരണം കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ കബീർ മെമ്പർ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ 23-ാം വാർഡിൽ ഇതിനകം തന്നെ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലുള്ള മെമ്പർമാർ എങ്ങനെയായിരുന്നു എന്നും ഇപ്പോൾ കബീർ മെമ്പർ എങ്ങനെയായിരുന്നു എന്നും നിങ്ങൾക്കെല്ലാം തന്നെ അറിയാൻ കഴിയൂലേ. എന്ത് കാര്യം വന്നാലും 23-ാം വാർഡിന് വേണം. ഈ മെമ്പറോട് പറഞ്ഞതുപോലെ തന്നെ 80 ലക്ഷം രൂപയാണ് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് 20 കുടുംബങ്ങൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്നാലും ഈ റോഡും മറ്റ് വിഹിതങ്ങളെല്ലാം വരുമ്പോൾ തന്നെ കൃത്യമായി ആ 80 ലക്ഷം കൂടാതെ തന്നെ നമ്മൾ കൃത്യമായി ഈ വാർഡിന് വേണ്ട വിഹിതം കൊടുക്കാറുണ്ട്. അത് പല മെമ്പർമാർക്കും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മളതൊന്നും കണക്കാതെ തന്നെ വാർഡുകളുടെ വികസന പ്രവർത്തനം എല്ലാവരെയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കൃത്യമായി നടക്കണം എന്ന വിചാരത്തിൽ ഈ വാർഡിനെയും നമ്മൾ സംരക്ഷിക്കാറുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അടുത്തതായി റിപ്പോർട്ട് അവതരണമാണ്. ഈ പദ്ധതിയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതാണ് എൻ്റെ ചുമതല. റിപ്പോർട്ടിലേക്ക് കടന്നു. പുതുക്കൊച്ചി AJ കോംപ്ലക്സ് പുനർനിർമ്മാണ ഉദ്ഘാടനം. കേരള സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീട് നിർമ്മിച്ചു നൽകുക, തൊഴിൽ ചെയ്ത് ഉപജീവനം നിർവഹിക്കുന്നതിനും സാമൂഹിക പ്രക്രിയകളിൽ മാന്യമായി ഭാഗമാക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുക എന്നീ ഉദ്ദേശങ്ങളോടെ സർക്കാർ വിവിധ പാർപ്പിട പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പിലാക്കി വരുന്നു. മത്സ്യത്തൊഴിലാളി മേഖലയിലെ ഭവനരഹിതരായ മത്സ്യത്തൊഴിലാളികൾക്ക് സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്ന ധനസഹായം നൽകുക, നിലവിലുള്ള ഭവനങ്ങൾ പുതുക്കിപ്പണിയുന്നതിനുള്ള ധനസഹായം, പുതിയ ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ധനസഹായം, ഭവനരഹിത മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിന് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകുക എന്നിങ്ങനെ വിവിധ പദ്ധതികൾക്ക് സർക്കാർ പ്രാധാന്യം നൽകി ഘട്ടഘട്ടമായി നടപ്പിലാക്കി വരുന്നു. പ്രസ്തുത പദ്ധതികളുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കഠിനംകുളം ഗ്രാമപഞ്ചായത്തിലെ പുതുക്കുറിച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന AJ കോംപ്ലക്സിലെ 20 ഭവനങ്ങൾ പുനർനിർമ്മിക്കുന്നതിനായി സർക്കാർ ഉത്തരവ് നമ്പർ 712/2023 മത്സ്യബന്ധന തുറമുഖ തീയതി 19/10/2023 പ്രകാരം 80 ലക്ഷം രൂപയുടെ സർക്കാർ അനുമതി നൽകിയിരുന്നു. AJ കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന ഭവനങ്ങൾ കാലപ്പഴക്കത്താലുള്ള ജീർണാവസ്ഥ മൂലം വാസയോഗ്യമല്ലാതെ ആയി തീർന്നിരുന്നു. പ്രസ്തുത കോംപ്ലക്സിൽ 10 ഭവനങ്ങളുള്ള 2 കെട്ടിടങ്ങളാണ് നിലവിലുണ്ടായിരുന്നത്. ഈ കെട്ടിട സമുച്ചയം വർഷങ്ങൾ മുമ്പ് നിർമ്മിച്ചവയിൽ പുതിയ പദ്ധതിയുടെ ഭാഗമായി പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി 10 ഭവനങ്ങൾ ഉൾപ്പെടെ 2 കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. 38.64 ചതുരശ്ര മീറ്റർ വിസ്തീർണ ഓരോ വ്യക്തിഗത ഭവനത്തിലും 1 ഹാൾ, 2 ബെഡ്റൂം, 1 അടുക്കള, 1 ടോയ്ലറ്റ് എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ പദ്ധതിക്കായി സർക്കാർ അനുവദിച്ച 80 ലക്ഷം രൂപ കൂടാതെ കഠിനംകുളം ഗ്രാമപഞ്ചായത്ത് 50 ലക്ഷം രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുള്ള സാങ്കേതിക അനുമതി 18/6/2020 നൽകി പ്രവൃത്തി ടെൻഡർ ചെയ്തു. സിവിൽ പ്രവൃത്തികൾക്കായി 80 ലക്ഷം രൂപയാണ് സർക്കാർ സാങ്കേതിക അനുമതി നൽകിയത്. എസ്റ്റിമേറ്റ് തുകയിൽ 5.7% കുറവ് നിരക്ക് രേഖപ്പെടുത്തിയ ശ്രീ രഘു C എന്ന ഗവൺമെന്റ് കോൺട്രാക്ടർ 22/7/2007 കരാർ ഉടമ്പടി ഒപ്പുവയ്ക്കുകയും ഈ കരാർ പ്രകാരമുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഭിച്ച 80 ലക്ഷം രൂപയ്ക്ക് സാങ്കേതിക അനുമതി നൽകിക്കൊണ്ട് എസ്റ്റിമേറ്റ് തുകയിൽ നിന്ന് 9.71% കുറവ് നിരക്ക് രേഖപ്പെടുത്തിയ ശ്രീ രഘു C എന്ന ഗവൺമെന്റ് കോൺട്രാക്ടർ 12/3/2023 കരാർ ഉടമ്പടി വയ്ക്കുകയും ഫേസ് 2 പ്രവൃത്തികളെ RCC സ്ലാബ്, പ്ലാസ്റ്റിക്, ഡോർസ്, വിൻഡോസ് എന്നിവയെ പഞ്ചായത്ത് വീതം ആയി നിശ്ചയിച്ച് 80 ലക്ഷം രൂപ ലഭിക്കുകയും ഈ പ്രവൃത്തികൾ പൂർത്തീകരണ ഘട്ടത്തിലുമാണ്. നിലവിൽ ഇതുകൂടാതെ തുടർ പ്രവർത്തനങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കുന്നതിന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 30 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ 20 ലക്ഷം രൂപ പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലഭ്യമാക്കുന്നതിന് കടകുളം ഗ്രാമപഞ്ചായത്ത് നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഈ പദ്ധതിയുടെ നടത്തിപ്പിന് സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഈ ബൃഹത് പദ്ധതിക്ക് അനുമതി നൽകിയ സംസ്ഥാന സർക്കാരിനോടും ഇന്നിവിടെ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നടത്താൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ചിറങ്കേഴി MLA B. ശശി അവരോടും ഈ പദ്ധതിയുടെ ഭരണാനുമതി ലഭ്യമാക്കിയത് മുതൽ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പുരോഗതി സൂക്ഷ്മമായി വിലയിരുത്തിയ സമയമായി പൂർത്തിയാക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ വാർഡ് മെമ്പറോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും മറ്റ് ബന്ധപ്പെട്ട ഗ്രാമ പഞ്ചായത്ത് പ്രതിനിധികളോടും സർവോപരി പ്രദേശവാസികളോടും തീരദേശ വികസന കോർപ്പറേഷന് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു. ഔപചാരികമായി 20 വീടുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ MLA ക്ഷണിച്ചുകൊള്ളുന്നു. വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുമ്പിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരൻ, എല്ലാ വളരെ സന്തോഷമുള്ളൊരു ചടങ്ങാണ് നമ്മളിന്ന് ഇവിടെ ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചത്.
വാസ്തവത്തിൽ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ഞാനല്ല, ബഹുമാനപ്പെട്ട നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ വന്ന് ഈ ചടങ്ങോടെ സംഘടിപ്പിക്കുന്നത്. നമ്മൾ ഈ പദ്ധതി ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ നമുക്കെല്ലാം നേരിട്ട് അറിയാവുന്ന ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്താണ് ഇന്ന് ഈ രീതിയിൽ നമുക്ക് ഈ പദ്ധതി പര്യവസാനിപ്പിക്കാൻ സാധിച്ചത്. അതിൽ നിർണായകമായി പങ്കുവഹിച്ച വ്യക്തിത്വങ്ങളാണിന്ന് നമ്മളൊപ്പം ഇവിടെ സ്റ്റേജിലുള്ളത്. ഞങ്ങളുടെ വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, അവരെക്കാളുപരി നമ്മുടെ ഷീല ഗ്രിഗോറി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. 2011 ഞാൻ ആദ്യമായി നിയോജകമണ്ഡലത്തിൽ ജനപ്രതിനിധിയായി മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് വോട്ട് തേടി നിങ്ങളുടെ പഴയ ആ വാസസ്ഥലത്തേക്ക് ഞാൻ എത്തിയത്. എൻ്റെ ഓർമ്മയിൽ അന്ന് മഴയുള്ള ദിവസമായിരുന്നു, വളരെ വൃത്തിഹീനമായ അന്തരീക്ഷമായിരുന്നു. വാസ്തവത്തിൽ അന്ന് ആ വീടും പരിസരവും കണ്ടപ്പോൾ വളരെ പ്രയാസം തോന്നി. അപ്പോൾ അന്ന് മുതൽ 20 വീടിന് താമസിക്കുന്നവർക്ക് ഒരു പുനരധിവാസത്തിന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്നു. ഒത്തിരിയേറെ കടമ്പകളുണ്ട്. സർക്കാരിൻ്റെ നിലവിലുള്ള ഏതെങ്കിലും പദ്ധതി പ്രകാരമേ നമുക്ക് ധനസഹായം ലഭ്യമാക്കാൻ പറ്റും. നിങ്ങളോട് താമസിക്കുന്ന സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിലനിർത്തിക്കൊണ്ട് നിങ്ങളോട് താമസിക്കാനുള്ള അവസരമാണ് നൽകിയിരുന്നത്. അതായിരുന്നു ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായൊരു കടമ്പ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ രേഖകളിലൊക്കെ എടുത്ത് ഈ ഭൂമി നിങ്ങളുടെ പേരിലോ സർക്കാരിൻ്റെ പേരിലോ മാറ്റി എഴുതാൻ തയ്യാറാണ് എന്ന് ആ കെട്ടിട ഉടമ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. അപ്പം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ അന്ന് ഏറ്റെടുത്ത് നടപ്പാക്കിയതൊക്കെ ഷീല ഗ്രിഗോറിയാണ്. അവർ സത്യം പറഞ്ഞാൽ ഈ സാധിക്കാത്തതെന്ന് തോന്നിപ്പോകുന്ന കാര്യങ്ങൾ പോലും സാധിച്ചെടുക്കും എന്നുള്ള വാശിയോടുകൂടി അതിൻ്റെ പുറകെ വളരെ അർപ്പണ മനോഭാവത്തോടുകൂടി ഇറങ്ങിത്തിരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കടമ്പ നമുക്ക് ഇറങ്ങി കിട്ടി. ഈ വസ്തു നമുക്ക് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനുള്ള അവകാശം നമുക്ക് ഗവൺമെൻറ് അനുവദിച്ചു. അതായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന കടമ്പ. അത് കഴിഞ്ഞ് സാധാരണ നിങ്ങൾക്കറിയാം, സർക്കാരിൻ്റെ ജലജി ലൈഫ് പദ്ധതി പ്രകാരം ഒരു വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. നമുക്ക് 4 ലക്ഷം രൂപ കൊടുത്ത് വീട് വെക്കാൻ പറ്റില്ല. നമ്മൾ തീരദേശ വികസന കോർപ്പറേഷനെ കൊണ്ട് ഈ 20 ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് ഫിഷറീസ് വകുപ്പ് ശുപാർശ ചെയ്ത് ഗവൺമെൻറ്റിൽ പോയി ഏതാണ്ട് 2,87,00,000 രൂപ. ഇത് ഓർമ്മയാണ്. അത് ധനകാര്യ വകുപ്പ് അംഗീകരിച്ച് നാളെ അതിൻ്റെ ഉത്തരവ് ഇറങ്ങും എന്നുള്ള സന്തോഷത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ആ ശ്രമത്തിൽ റിസൾട്ട് ഉണ്ടായി എന്നുള്ള സന്തോഷത്തോടുകൂടി കാത്തിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം അത് നടക്കാതെ പോയി. ആ തുക 80 ലക്ഷമാക്കി കുറഞ്ഞു. 80 ലക്ഷമായി കുറയാൻ കാരണം ഒരു ഭൂരഹിതർക്ക് വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഇവിടെ 20 കുടുംബങ്ങളാണ്, ഭൂമിയുണ്ട്. അപ്പോൾ 4 ഗുണം 20 80 ലക്ഷം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയാണ് മന്ത്രി അഡ്വൈസ് ചെയ്തത്. വീടുള്ളവർക്ക് 4 ലക്ഷം രൂപ, ഇപ്പോഴും അങ്ങനെയല്ലേ കൊടുക്കുന്നത്. ഭൂമിയുള്ളവർക്ക് 4 ലക്ഷം രൂപ. അപ്പോൾ 20 കുടുംബങ്ങൾക്ക് 4 ഗുണം 2 4 ഗുണം 20 80 ലക്ഷം രൂപ. അതാണ് ആദ്യ ഗഡുവായി 80 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചത്. പക്ഷേ അത് ബാക്കിയുള്ള തുക നമ്മൾ കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷയോട് തന്നെ തീരദേശ വികസന കോർപ്പറേഷനെ സമീപിച്ചു. നമ്മുടെ ഷീലയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് വളരെ ഉദാരമായി അവർ 80 ലക്ഷം രൂപ, ഇതിന് സമാനമായ 80 ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടിൽ തരാൻ തയ്യാറായി. അത് അവർക്കുണ്ടാകുന്ന അതിൽ കബീറിനൊക്കെയുള്ള വലിയ പങ്കുണ്ട്. ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു വാർഡിന് വേണ്ടി മാത്രം 80 ലക്ഷം രൂപ അവരുടെ തനത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവർ 3 പേരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് സാധ്യമായത്. പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും അതുപോലെ തന്നെ വാർഡ് മെമ്പറും
നമ്മുടെ ചിലയൊക്കെ വളരെ ഒറ്റക്കെട്ടായി നമ്മുടെ 80 ലക്ഷം കൂടി 80 160 അപ്പോൾ നമുക്ക് ആശ്വാസമായി നമ്മൾ ആ പ്രവർത്തനമായി മുന്നോട്ട് പോയി. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ നോക്കുമ്പോൾ ഇനി 90 ലക്ഷം രൂപ കൂടി തരാൻ ഗവൺമെൻറ് തയ്യാറായാണ്, 97 ലക്ഷം രൂപ കൂടി. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് മന്ത്രിയോട് പറഞ്ഞു, അന്ന് ഇതെല്ലാം കൂടി ഒരുമിച്ച് അന്ന് ആ തന്നിരുന്നുവെങ്കിൽ ഇതിനു മുമ്പേ നമുക്ക് ഭവനം പൂർത്തിയാക്കാമായിരുന്നു. പക്ഷേ അന്ന് അതിനിടയിൽ ചില ഉദ്യോഗസ്ഥന്മാർ ചില ന്യായങ്ങൾ പറഞ്ഞ് നമ്മൾ ആദ്യം അനുവദിക്കാൻ തീരുമാനിച്ചത് ഈ തടസ്സം സൃഷ്ടിച്ചതുകൊണ്ടാണ് നമുക്കത് ഇത്രയും വൈകിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ 2 പ്രാവശ്യം ഇവിടെ വന്നു, എല്ലാ സാഹചര്യങ്ങളും കണ്ടു. അതിൻ്റെ പുറകിൽ ഷീലയൊക്കെ നിരന്തരം അവർ മന്ത്രിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിപ്പോൾ 90 ലക്ഷം രൂപ കൂടി തരാൻ ഗവൺമെൻറ് തയ്യാറായി നമുക്ക് അതിൻ്റെ ഫയലുകൾ തീർപ്പാക്കാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ തുക കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതിൻ്റെ 20 വീടിൻ്റെയും നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി 20 കുടുംബങ്ങൾക്കും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ്, ആ ഉറപ്പോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചടങ്ങ് നടത്താനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ടായത്. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഈ ചടങ്ങ് നടത്തും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. അദ്ദേഹം നമുക്ക് വാക്ക് തന്നു. അതല്ലെങ്കിൽ അദ്ദേഹം ഓൺലൈനിലെങ്കിലും നിങ്ങളോട് സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ പല കാരണങ്ങളാൽ അദ്ദേഹം വളരെ തിരക്കാണ്. കാരണം ഞങ്ങളുടെയൊക്കെ ചിന്ത നാളെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു മുമ്പായിട്ട്. അതുകൊണ്ട് എല്ലാ മന്ത്രിമാരും വളരെ തിരക്കാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ കഴിയാത്തത്. ഞാനിതെല്ലാം പറയുന്നത് ബഹുമാനപ്പെട്ട സജി ചെറിയാൻ മന്ത്രി നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ ഇത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഞാനല്ല, ബഹുമാനപ്പെട്ട മന്ത്രി മത്സ്യവികസന വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി നിങ്ങൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള എൻ്റെ സഹോദരന്മാരെ, ഇവിടെ തന്നെ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. എന്നാലും ഞാനിവിടെ ബ്ലോക്ക് മെമ്പറായിട്ട് വന്നപ്പോൾ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതാണ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും വന്ന് വോട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെല്ലാം ഞങ്ങളെ ഒന്ന് ഇതിനൊരു പരിഹാരം കാണുന്നില്ല. അന്ന് മുതൽ ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങി തിരിച്ചത് നിങ്ങൾക്കറിയാം. ഇത് ഒത്തിരി മെമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേറെ മീറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ചെയ്യുന്ന കാര്യങ്ങൾ ചുമ്മാ പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ ഒരു ചടങ്ങ് വളരെ നല്ല രീതിയിൽ മുഖ്യമന്ത്രിയിലേക്ക് കൊണ്ടുവന്ന് വളരെ നല്ല രീതിയിൽ നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ സമയമില്ല. ആ സമയത്തിൻ്റെ കുറവുകൊണ്ടാണ് ഇങ്ങനെ നടത്താൻ സാധിച്ചത്. ഈ നടത്താൻ സാധിച്ചത് തന്നെ അപ്പം നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടായിരുന്നു, ഒരു വീട് ഇവർ ഉദ്ഘാടനം ചെയ്തിട്ട് പോയാൽ അതുവഴി അങ്ങ് പോകുമോ എന്ന്. നിങ്ങൾക്കറിയാലേ 10 വർഷം അല്ല കഴിഞ്ഞ MLA ഇവിടെ വന്ന് നിങ്ങളടുത്ത് വാഗ്ദാനം ചെയ്തു. ഞാൻ എപ്പോഴും പറയും MLAയുടെ വാഗ്ദാനം നിറവേറ്റണം, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നു. അതുപോലെ തന്നെ അന്ന് MLA പറഞ്ഞ കണക്ക് ഫണ്ട് അനുവദിച്ചതാണ്, പലവിധ കാരണങ്ങളായിട്ട് അത് മാറിപ്പോയി. പക്ഷെ ഇപ്പോൾ MLA അത് നിങ്ങളെ പറഞ്ഞ വാഗ്ദാനം നിറവേറ്റുന്ന MLAയോടൊപ്പം ഞങ്ങൾ സഹകരിച്ച്, പിന്നെ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഫണ്ടെന്ന് പറയുമ്പോൾ ഓൺ ഫണ്ടിൻ്റെ അടുത്ത് 80 ലക്ഷം രൂപയൊക്കെ വെക്കുക എന്ന് പറയുമ്പോൾ വളരെ ഒത്തിരിയും പേര് പറഞ്ഞു. കാരണം പ്രതിപക്ഷം അങ്ങനെയാണല്ലോ പറയുന്നതും, ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാലും വളരെ നല്ല ഒരു 2 പെണ്ണുങ്ങളാണ് കണ്ണംകുളം പഞ്ചായത്ത് ഭരിച്ചത്. അതുകൊണ്ടുള്ള ഇതാണ് ഇന്ന് ഈ 80 ലക്ഷം രൂപ ഇതിനു വേണ്ടി നമ്മൾ പഞ്ചായത്തിന് മാറ്റി വെച്ചത്. അപ്പോൾ ഇനിയും നിങ്ങളോടൊപ്പം ഞാൻ എപ്പോഴും നിങ്ങളെ ദേഷ്യപ്പെടും. കാരണം നിങ്ങളെല്ലാ പ്രശ്നം വരുമ്പോഴും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ എന്നെ വിളിച്ച് പറയും. ഞാൻ പലപ്പോഴും നിങ്ങളെ ദേഷ്യപ്പെട്ടു. നിങ്ങൾക്ക് സംശയമായിരുന്നു ഇത് നടക്കുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാൻ പറയും നടക്കും. നിങ്ങൾ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതിനെ സ്നേഹം കൊണ്ടാണ് വഴക്ക് പറഞ്ഞത്, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. നിങ്ങളോടൊപ്പം തന്നെ ഞാൻ ഉണ്ടായിരിക്കും. ഇത് തീരുന്നത് വരെ മെമ്പർ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാലും ഞങ്ങൾ എന്തായാലും ഫണ്ട് എല്ലാ കാര്യങ്ങളും ആക്കി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അത് കണക്ക് ഇത് പെട്ടെന്ന് തന്നെ തീർത്ത് തരണമെന്നും പറഞ്ഞ് ഞങ്ങൾ എൻ്റെ ജെറി ബ്രൈറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ മോളി ചേച്ചിയുടെ സഹോദരനാണ്. അദ്ദേഹത്തെ ഞാൻ ഒരു പഞ്ചായത്തിൻ്റെ ഒരു കാര്യമായിട്ട് വന്നപ്പോഴാണ് ഞാൻ ഞങ്ങൾക്ക് ഈ 20 വീട് പഞ്ചായത്തിൻ്റെ ഒക്കെ ഫണ്ട് വരുമ്പോൾ ഒത്തിരി താമസിക്കും, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് റെഡിയാക്കി തരണമെന്ന്. അദ്ദേഹം ഒത്തിരിയും കഷ്ടപ്പെട്ടു. 2-3 ദിവസം നമ്മളോടൊപ്പം കഷ്ടപ്പെട്ടു. ഓരോരുത്തരും ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രിയാണ് വിളിച്ചത്, ഒരു വീടെങ്കിലും. അപ്പോൾ ഞാൻ ഒരു വീട് ഞാൻ ചെയ്തു തരാം, എൻ്റെ ഇതിന് ഞാൻ ചെയ്തു തരാം, 2 ദിവസം പറയണമെന്ന്. കാരണം ഇന്നലെ പറഞ്ഞാൽ ഇന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് പണി കഴിഞ്ഞു. ആ പണിക്ക് വേണ്ട പൈസ പോലും അദ്ദേഹത്തെ കുറച്ച് പൈസ ഇന്നലെ കൊടുത്തു. 25,000 രൂപ ഇന്നലെ കൊടുത്തായിരുന്നു. അങ്ങനെ എല്ലാ ഇടത്തിൽ നിന്നും സംഘടിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ നിങ്ങളെ മുമ്പിൽ ഇന്നിപ്പോൾ ഇലക്ഷനാണ് വരുന്നത്. കഴിഞ്ഞ ഇലക്ഷൻ എനിക്ക് അറിയാം.
നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. അതുകൊണ്ട് ഈ ഇലക്ഷന് നിങ്ങളുടെ മുമ്പിൽ ആൾക്കാർ വരും. അപ്പോഴും ഞാൻ വന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കില്ല. എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് ഇവിടെ നിന്ന മറ്റു മെമ്പർമാർ ചെയ്തു തരാന്ന് നേരത്തെ എന്ന മെമ്പറിന്റെ ചോദിച്ചു. നിങ്ങൾ വാഗ്ദാനം പറഞ്ഞു വന്നു പോകുന്നതെല്ലാം നിങ്ങൾ ചെയ്യും. ഞങ്ങൾ ചെയ്ത് കാണിക്കുമെന്ന്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം. അതൊക്കെ ഞങ്ങളുടെ സെക്രട്ടറി ഇത്തിരി പേടിയാണെങ്കിലും സെക്രട്ടറി ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാവിധ പേടിയാണെന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം നിൽക്കും. ഈ അവസരത്തിൽ ഞങ്ങളെ മുൻ സെക്രട്ടറി രാജേഷ് സാറിനെ ഞങ്ങൾ ഓർമ്മിക്കുകയാണ് ഈ അവസരത്തിൽ. അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. കാരണം വളരെ ചങ്കൂറ്റത്തോടു കൂടിയാണ് ഈ 80 ലക്ഷം നമുക്ക് പ്രോജക്റ്റായിട്ട് വെച്ച് തന്നത്. അപ്പോൾ ആ അദ്ദേഹത്തെ ഈ നന്ദിയോട് ഓർക്കുന്നു. ഈ ഇതിന് എല്ലാവിധ സഹകരണം ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കോൺട്രാക്ടർ എന്നും കരച്ചിലാണ്. ഇപ്പോഴും പൈസ കിട്ടാനുണ്ട്. ആ കോൺട്രാക്ടർ നല്ല രീതിയിൽ തന്നെ വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. പാവം എല്ലാം അദ്ദേഹത്തിന്റെ വീട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അതുപോലെ നിങ്ങളോടൊപ്പം നിന്ന് ചെയ്തു. ഭാവിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനീയരെ, ഇനിയൊരു ആശംസയുടെ കാര്യമേ ഉള്ളൂ. ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ കബീർ മെമ്പർ, അധ്യക്ഷൻ, വൈസ് പ്രസിഡന്റ്, എല്ലാവരും ഉദ്ഘാടനം ചെയ്ത ശശി MLA എല്ലാവരും വളരെ വിശദമായിട്ട് തന്നെ പറയുകയുണ്ടായി. എങ്കിലും എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഏതൊരു കാര്യം എടുത്താലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെ നമ്മൾ മറക്കാൻ പാടില്ല. കാരണം എന്തുമാത്രം കടമ്പകൾ കടന്നാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഈ വീടിൻ്റെ പണി, ഒരു വീടെങ്കിലും താക്കോൽ ദാന കർമ്മം നിർവഹിക്കാൻ സാധിച്ചത്. അതെന്തുമാത്രം പണിപ്പെട്ടിട്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അത് ഇതിലേറ്റവും കൂടുതൽ വാർഡ് മെമ്പറും വൈസ് പ്രസിഡൻറ്റും നേരത്തെ ബ്ലോക്ക് മെമ്പറായിരുന്ന ആ സമയത്തുള്ള ആ വേദനയും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആവേശത്തോടു കൂടി നിന്ന് കാര്യങ്ങൾ ചെയ്തത്. തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കാതിരിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളെ കൈയടിക്കുമായിരിക്കും, അവർ പറയുമ്പോഴും കൈയടിക്കുമായിരിക്കും. പക്ഷെ ഇനി അവരെ വിശ്വാസ്യതയിൽ എടുത്തുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും നിങ്ങൾ ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഇനി മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഒരു കൂട്ടായ രീതിക്ക് നമ്മൾ ഒരുമിച്ച് തുഴയേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകണം, ഞങ്ങളും കൂടെ ഉണ്ടാകും എന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നേരം വളരെ വൈകിയിരിക്കുന്നു. കൂടുതലായി ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. വിശദമായ പ്രഭാഷണങ്ങൾ ഇവിടെ കടന്നുപോയി. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലാവിധ ഈ ഭവനത്തിന് എല്ലാവിധ ആശംസകളും നേരുക എന്നുള്ളതാണ് കർത്തവ്യം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം പഞ്ചായത്ത് പിന്നോട്ടല്ല ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ ഇപ്പം വാർഡ് മെമ്പർ പറഞ്ഞ പോലെ നമ്മുടെ ഒരു 5 ലക്ഷത്തി ചിലവൻ രൂപ സർക്കാരിൻ്റെ അനുമതിക്കായി കിടപ്പുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ആ പൈസ കൂടെ മാക്സിമം നമുക്ക് ഗവൺമെൻറ് ഉത്തരവ് ആക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പം നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഷെയർ ആയിക്കഴിഞ്ഞു. അപ്പം നമ്മൾ ശ്രമിക്കേണ്ടത് ഇനിയും ഈ വീടിന് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വഴിയിൽ ഇട്ടുകളയരുത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ മെയിൻ്റനൻസും ബാക്കി നന്നായിട്ട് സൂക്ഷിക്കുന്ന ഒരു ചുമതല കൂടി നമുക്ക് കിട്ടിയ ഈ ഭവനം മെച്ചമായി നോക്കുക എന്നുള്ളതാണ് നമ്മൾ അർപ്പിതമായ കർത്തവ്യം. അത് നിങ്ങളാരും മറക്കരുത്. നമ്മുടെ ഭവനമാണ്. 20 കുടുംബങ്ങൾക്ക് കിട്ടിയ വരദാനമാണ്. പഞ്ചായത്തിൻ്റെ നല്ലൊരു പദ്ധതിയാണ്. മറ്റൊരു പഞ്ചായത്തിലും ഇല്ലാത്തൊരു പദ്ധതി കൂടിയാണിത്. അപ്പോൾ ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്ക് ചുരുക്കുന്നു. ഇവിടെ ഫിഷറീസിൻ്റെ ജില്ലാ ഓഫീസർ നിൽക്കേണ്ട സ്ഥാനത്താണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എന്നാലും 2 വാക്ക് നമുക്ക് ഫിഷറീസ് വകുപ്പിൽ നിന്ന് കിട്ടേണ്ട എന്ത് സഹായമാണെങ്കിലും നമ്മൾ ഈ 19 ഭവനവും കൂടി അത് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ഫിഷറീസ് ഡെപ്യൂട്ടറിൻ്റെ പേരിൽ ഞാൻ പറയുകയാണ്. പിന്നെ നമ്മുടെ അധ്യക്ഷനായി ശ്രീമതി അജിത ആനി, കഠിനംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അവരുടെ ഈ നമ്മുടെ ഇവിടെ എല്ലാവരും ഇവിടെ വന്ന് കൂടിയ ജനങ്ങൾക്ക് എല്ലാവരുടെയും പേരിലും എൻ്റെ പേരിലും ഫിഷറീസ് വകുപ്പിൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. അതുപോലെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ പ്രിയങ്കരനായിട്ട് ചെറിയൻകീഴ് MLA ശ്രീ വി ശശി അവർ എൻ്റെ പേരിലും അദ്ദേഹത്തിന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച സ്വപ്ന PS പകരം ശ്രീ രാധാകൃഷ്ണൻ XC അവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ സ്വാഗതം അർപ്പിച്ച കബീർ വാർഡ് മെമ്പർ കഠിനംകുളം ഗ്രാമപഞ്ചായത്ത് അവർക്കും നമ്മുടെ എല്ലാവരുടെ പേരിലും എൻ്റെ പേരിലും വകുപ്പിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടെ ഇവിടെ ആശംസ അർപ്പിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.